ഇന്ന് സർവ്വമത പ്രാർത്ഥനയുണ്ട്, മേപ്പാടിയിൽ അനുസ്മരണ യോഗമുണ്ട്. സംസ്ഥാനം മുഴുവനും ഓർക്കുകയാണ് വയനാടിനെ. നമ്മൾ ഇന്നും ചേർത്ത് പിടിക്കുന്നു. ഓരോ മഴയും വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞെട്ടലോടെ അല്ലാതെ വയനാട്ടിൽ മഴ അല്ലെങ്കിൽ മഴ അലേർട്ട് എന്നുള്ള വാർത്തകൾ കേൾക്കാനോ വായിക്കാനോ പോലും കഴിയാത്ത അവസ്ഥ. അത് മാത്രമല്ലല്ലോ, ഇന്നും മായാത്ത ഓർമ്മകളിൽ ഒഴുകുന്ന പുന്നപ്പുഴയെ കൂടി നമുക്ക് കാണണ്ടേ. ചൂരൽമലയും മുണ്ടക്കയവും പുഞ്ചിരിമട്ടവും ഒക്കെ ഇന്ന് നിശബ്ദമാണ്. 298 പേർ ഔദ്യോഗികമായി മഹാദുരന്തത്തിൽ നഷ്ടപ്പെട്ട കണക്കുകൾ. അതേസമയം ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു, കേണപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ പലർക്കും ആനുകൂല്യങ്ങൾ പോലും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. രാജീവിലേക്ക് വീണ്ടും എത്താം. രാജീവ്, ഈ ടൗൺഷിപ്പ് അടുത്ത കാലത്ത് എങ്ങാനും ഉണ്ടാകുമോ? കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ദുരന്തമുണ്ടാകുന്നു. സമാനതകളില്ലാത്ത ദുരന്തം. ഒരുപക്ഷേ സംസ്ഥാനം അതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത്. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം സൂചിപ്പിച്ചതുപോലെ 298 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 32 പേരെ കാണാതായെന്ന് സർക്കാർ കണക്കുകൾ പറയുമ്പോൾ പ്രദേശവാസികൾ പറയുന്ന കണക്കുകൾ അതല്ല. അതിലും ഒക്കെ അപ്പുറത്തേക്ക് 400 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകാമെന്നാണ് പ്രദേശവാസികൾ ഇപ്പോഴും പറയുന്നത്. മാത്രമല്ല, കൂടുതൽ പേരെ കാണാതായെന്നും പ്രദേശവാസികൾ പറയുന്നു. ആ ദുരന്തമുഖത്ത് വെച്ചുകൊണ്ട് മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ ഉറപ്പ് നൽകിയത് 1 വർഷത്തിനപ്പുറം ടൗൺഷിപ്പ് പദ്ധതി പ്രാവർത്തികമാക്കുമെന്ന്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ ടൗൺഷിപ്പിൻ്റെ പ്രദേശത്ത് പോയതാണ്. കൽപ്പറ്റയിലാണ് ഈ ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നത്. അവിടെ പോയതാണ്. പക്ഷേ അവിടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പില്ലറുകൾ സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു മാതൃകാ ഭവനം സ്ഥാപിച്ചു എന്നതിനും അപ്പുറത്തേക്ക് ഒരു പ്രവൃത്തികളും തുടങ്ങി വെക്കാനായിട്ടില്ല എന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇനിയും അത് നിർമ്മാണം പൂർത്തിയാക്കി വരുമ്പോഴേക്കും കൂടുതൽ സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ അലംഭാവം ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ബെയിലി പാലമാണ്. മണിക്കൂറുകൾ കൊണ്ട് സൈന്യം മുണ്ടക്കയ്ക്കായി നിർമ്മിച്ചു നൽകിയ ബെയിലി പാലം, അതായത് ഒറ്റപ്പെട്ടുപോയ ഒരു പ്രദേശത്ത് നിന്നും അടുത്ത പ്രദേശത്തേക്ക് എത്താൻ വേണ്ടി സൈന്യം നിർമ്മിച്ച, അവരുടെ സൈന്യത്തിൻ്റെ മനക്കരുത്തിൽ നിർമ്മിച്ച ഒരു പാലമാണ്. മണിക്കൂറുകൾ കൊണ്ടാണ് സൈന്യം ഈ ബെയിലി പാലം നിർമ്മിച്ച് നൽകിയത്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടത്താൻ വേണ്ടി കഴിഞ്ഞത്. ഈ ബെയിലി പാലം നിർമ്മിച്ചതിന് ശേഷമൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും വളരെ ദ്രുതഗതിയിൽ നടത്തുമെന്ന് സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ എത്തി ഉറപ്പ് നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള അത്തരം പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഒരു ദുരന്തമുണ്ടായതിന് ശേഷം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ്, അതായത് ഈ പുന്നപ്പുഴ നവീകരിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ മാത്രമാണ് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നതും. ഇവിടെ കൊണ്ടുവന്ന് കോടികൾ നിക്ഷേപിക്കുന്നു, ആ പണം എന്തുകൊണ്ട് തങ്ങൾക്ക് നൽകുന്നില്ല, തങ്ങളുടെ പുനരധിവാസത്തിനായി അത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും പ്രദേശവാസികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതേസമയം തന്നെ ഈ സന്നദ്ധ സംഘടനകളുടെ കാര്യം പറയുകയാണെങ്കിൽ സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ, അമൃതാനന്ദമയി മഠം ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ നമുക്ക് മാതൃകാപരമായി എടുത്തു പറയാൻ കഴിയുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഏതായാലും മത അമൃതാനന്ദമയി മഠത്തിൻ്റെ ഇവിടെ ചുമതലയുള്ള സ്വാമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്ന് സ്വാമി വിശദമാക്കും. ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നടത്തിയിരുന്നത്? നമസ്കാരം. വളരെ ദുഃഖകരമായ ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ മാതാ അമൃതാനന്ദമയി മഠം, പ്രത്യേകിച്ച് അമൃതപുരിയിൽ അമ്മ ഇത് അറിയുകയും പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയും ചെയ്തു. കാരണം നമ്മുടെ എല്ലാ ദുരന്ത മേഖലകളിലും ആശ്രമത്തിൻ്റെ പ്രവർത്തനം എത്തിയിട്ടുണ്ട്. ഗുജറാത്തിലായിക്കോട്ടെ, പെട്ടെന്ന് തന്നെ ആദ്യമായിട്ട് നമ്മളുണ്ടായത് അമൃത മെഡിക്കൽ സയൻസ് എന്നുള്ള മെഡിക്കൽ ടീം, ശക്തമായൊരു മെഡിക്കൽ ടീം മൊബൈൽ സംവിധാനങ്ങളോടുകൂടി തന്നെ വന്ന് അവർക്ക് വേണ്ട എല്ലാ ചികിത്സകളും കൊടുക്കുകയും ഏകദേശം ഒരു 15 ദിവസത്തോളം നമ്മൾ ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു. അതുകൂടാതെ നമ്മുടെ കൽപ്പറ്റയിൽ അമൃതകൃപ ഹോസ്പിറ്റലുണ്ട്. അത് കേന്ദ്രീകരിച്ചും പിന്നീട് നമ്മളൊരു മാസത്തോളം തുടർ ചികിത്സയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഒരു ഭാഗത്ത് ആ മെഡിക്കൽ രംഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് നമ്മുടെ അയുദ്ധം എന്ന് പറയുന്ന അമൃതാനന്ദമയി മഠത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ പ്രവർത്തകർ ഭക്ഷണ കിറ്റുകൾ അതുപോലെയുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിക്കുകയും നിരന്തരമായ ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം അമ്മ പ്രത്യേകം താല്പര്യം എടുത്തിട്ടുള്ളത് ഇവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള എന്തെങ്കിലും സാങ്കേതിക തൊഴിൽ പരിശീലനം അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കണം എന്ന് അമ്മ സങ്കല്പിക്കുകയും പറയുകയും ചെയ്തതിൻ്റെ പേരിൽ അമൃത യൂണിവേഴ്സിറ്റിയിലെ അമ്മച്ചി ലാബിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, വിമൻ എംപവർമെൻ്റ് ഒരു പ്രോജക്റ്റ് ഉണ്ട്. അവർ ഏകദേശം നമ്മൾ എല്ലാ വീടുകളിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആളുകൾ വന്ന്
മിക്കവാറും പല സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്, വീടുകളില്ലാത്തവർ. കൽപ്പറ്റയിലും അമ്പലവയലും പല ഭാഗത്ത്, ബത്തേരി, അവിടെ എല്ലാ വീടുകൾ സന്ദർശിച്ച് അവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവർക്ക് എന്താണ് ഇനി മുന്നോട്ട് ജീവിതത്തിൽ പോകാനുള്ള അത്യാവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അവർ നമ്മൾ പഠിച്ചപ്പോൾ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ളത് മിക്കവാറും തൊഴിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ തൊഴിൽ കിട്ടാനുള്ള മാർഗ്ഗം എന്ത്? അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് നമ്മൾ തയ്യൽ പരിശീലനം, കമ്പ്യൂട്ടർ പരിശീലനം കൊടുക്കാനുള്ള തീരുമാനമുണ്ടായി. അത് മേപ്പാടി അമൃതാനന്ദമയ മഠത്തിൽ വെച്ചിട്ട് 3 മാസത്തെ 122 പേർക്ക് ഒരു കോഴ്സ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവർക്ക് തയ്യൽ മെഷീനും മിക്കവാർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തു. ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ അമൃതയിലെ സൈക്കോളജി വിഭാഗം മിക്കവാറും മനഃശാസ്ത്രപരമായിട്ട് വലിയൊരു വിഷമത്തിലായിരുന്നു അവർ. അപ്പോൾ ഇതോടെ ഒന്നിച്ച് തന്നെ നമ്മൾ അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്നുള്ള എയിംസിൻ്റെ ആൾക്കാർ വന്നിട്ട് മിക്കവാർക്കും കൗൺസിലിംഗ് കൊടുത്തു. അതും മേപ്പാടി അമൃതാനന്ദ മഠത്തിൽ വെച്ചിട്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇനി ചെയ്യുന്നത്, ഇനിയും തുടർ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യുകയാണ്. ഇപ്പോൾ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ ചെയ്യേണ്ടതാണ്. വീട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ മറ്റൊന്ന് നമ്മുടെ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നത് ഈ ദുരന്ത മേഖലകളിലെ ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ട്. അമൃത യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തതാണ്. അത് മൂന്നാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉണ്ട്. അത് ഇവിടെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സയൻറ്റിസ്റ്റുമാരായിട്ടുള്ള ആൾക്കാർ വന്ന് അതിന് സ്റ്റഡി ചെയ്തു. പല ഭാഗത്തും മുണ്ടക്കൈ, ചുരൽമല, ഈ ഭാഗത്തൊക്കെ വന്ന് സ്റ്റഡി ചെയ്ത് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിരുന്നു, വളണ്ടിയറായിട്ട് തന്നെ. പക്ഷേ അതിന് വേണ്ട രീതിയിലുള്ള ഒരു സർക്കാർ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം കിട്ടിയിട്ടില്ല, അത് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അത് പഠിച്ചതിന് വേണ്ടത് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഗവൺമെൻറ് അനുവദിക്കുകയാണെങ്കിൽ ഇനിയും മഠം അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമസ്കാരം. തീർച്ചയായും അനു, ഈ രീതിയിലാണ് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള ഇടപെടലാണോ വേണ്ടത് അതിനൊക്കെ അവർ തയ്യാറാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ പ്രദേശവാസികൾ പരാതി പറയുന്നത്. അവരെ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പ് നൽകിയത് സർക്കാർ സംവിധാനങ്ങളാണ്. യാതൊരു തരത്തിലുള്ള പാളിച്ചകളും ഉണ്ടാകാത്ത രീതിയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകിയത് സർക്കാർ സംവിധാനങ്ങളാണ്. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഇവിടെ എത്തിയതിനു ശേഷം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതികളും അതുതന്നെയാണ്. കഴിഞ്ഞ ദുരന്തമുണ്ടായതിനു ശേഷം ഇവിടെ നിന്ന് പോയ മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മറ്റ് അധികൃതരുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകും, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പോയവരാണ്. അവരാരും പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയാണ് പ്രധാനമായും ഉള്ളത്. അതേസമയം തന്നെ ഈ സന്നദ്ധ സംഘടനകളുടെ കാര്യം പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് സേവാഭാരതിയുടേത്. സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനങ്ങൾ, സഹായ പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങളാണ് സേവാഭാരതി മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലുമൊക്കെ ആ ദിവസം മുതൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും സേവാഭാരതി പ്രവർത്തകർ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഏതായാലും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ആ പ്രവർത്തനങ്ങൾ, ഇപ്പോഴും എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അന്നത്തെ ദുരന്ത സമയത്തെ തുടർച്ചയെന്ന നിലയിൽ തീർച്ചയായിട്ടും അന്ന് ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്കുള്ള എല്ലാ സഹായങ്ങളും പലതരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സേവാമിത്ര എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു സേവാമിത്രങ്ങളെ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് മൈന്യൂട്ടായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ വരെ അറിഞ്ഞ് അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാനും അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ കാണാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും കൗൺസിലിങ്ങിലൂടെയും പാലിയേറ്റീവ് തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരാണ്, ഈ സേവാമിത്രങ്ങളാണ് നമ്മൾക്ക് എന്നും തുണയായിട്ടുള്ളത്. അന്ന് ആ ദുരന്തമുഖത്ത്, അതായത് 30-ാം തീയതി തന്നെ പോസ്റ്റ് ചെയ്തതാണ് ഇവരെല്ലാവരെയും. ഒരു 12ഓളം വരുന്ന ആൾക്കാർ നിരന്തരമായിട്ട് സമ്പർക്കങ്ങളും സേവാഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളിലൂടെയും അവരുടെ എല്ലാ വിവരങ്ങളും നമ്മൾ അതാത് സമയത്ത് ശേഖരിച്ച് അവർക്കുള്ള സഹായങ്ങളാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണ് സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് നമ്മൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ സേവാഭാരതിക്ക് ലഭിച്ചതുമാണ്. അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയപ്പോൾ കൂടുതൽ പ്രദേശവാസികൾ പങ്കുവച്ച ഒരു ആശങ്ക, അതായത് ഈ സന്നദ്ധ സംഘടനകളൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി മാറുന്നു എന്ന പരാതിയാണ് പ്രദേശവാസികൾ പങ്കുവച്ചത്. ഏതായാലും ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രദേശവാസികൾ കൂടി
നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ ഒരു പരാജയം സംഭവിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ ഈ ദുരന്തമുണ്ടായതിനു ശേഷം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി ഇവിടുന്ന് പോയവരാണ് അധികൃതർ. പലപ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെ ഉയർന്ന പരാതി പിന്നീട് ഇങ്ങോട്ട് അവരെ കാണുന്നില്ല, നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ്. ഞാൻ ഇവിടെ റാട്ടപ്പാടി എന്ന് പറഞ്ഞ അവിടെയാണ് താമസിക്കുന്നത്. വാടക പാടിയിലാണ് താമസിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ 11ാം വാർഡ് മൊത്തം വാഷ് ഔട്ടായിട്ട് അവർ ചിത്രീകരിച്ചാണ്. അതുകൊണ്ട് ഇവിടെ ഈ മത്തായി സാറിൻ്റെ ഒരു അളവിൻ്റെ ആവശ്യം അവിടെ അല്ല. അതായത് അവിടെയുള്ള അതായത് ഞങ്ങൾ ഡയറക്റ്റായ ആൾക്കാരാണ്. ഇവിടെ സർക്കാർ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അതായത് ഈ വാടക വാങ്ങുന്ന ആൾക്കാർ മൊത്തം ഡയറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനദണ്ഡം വെക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ഈ പട്ടികയിൽ നിന്ന് പുറത്തായി? മാത്രമല്ല, നിങ്ങൾ അങ്ങോട്ട് വരാൻ ഞങ്ങൾ കാണിച്ചു തരാം. അത് 2 പാടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേ ലൈനിൽ നിന്ന് ഒരു 25 മീറ്റർ നിൽക്കുന്ന പാടികൾ ഉൾപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ തൊട്ടപ്പുറത്ത് ഫാക്ടറി ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി ഇതിലേക്ക് ഉൾപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഫാക്ടറിയിൽ പ്രവർത്തനങ്ങൾ നടക്കില്ല എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് എസ്റ്റേറ്റ് ചെയ്ത പരിപാടിയാണെന്ന് ഞങ്ങൾക്കിത് പറയുന്നുണ്ട്. അതായത് 2 പാടികൾ ഉൾപ്പെട്ട് ബാക്കിയുള്ള പാടികൾ ഒന്നും ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. നിങ്ങളിത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ ഈ വിഷയങ്ങളൊക്കെ? ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കളക്ടറിനെയും ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കയറി ഇറങ്ങിയതാണ്. ഒരുപാട് നിവേദനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഏതായാലും ഈ രീതിയിലുള്ള ഈ പരാതികൾ വ്യാപകമായി തന്നെ പ്രദേശവാസികളിൽ നിന്ന് ഉയരുകയാണ്. അതായത് കൃത്യമായ ഈ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മാത്രമല്ല, കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി പോയവർ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി എന്ത് വേണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. ഇത് ഈ പ്രദേശവാസികളുടെ മാത്രം സാഹചര്യമല്ല, തൊട്ടപ്പുറത്തെ വ്യാപാരികൾ പ്രതിഷേധത്തിലാണ്. അവർക്കും അർഹമായ സഹായങ്ങൾ ലഭിക്കുന്നില്ല. ടൗൺഷിപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ പ്രദേശവാസികൾ ചേരുന്നുണ്ട്. അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലുള്ള അവഗണനയാണ് നിങ്ങളിങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസങ്ങളിലും വന്ന് നിങ്ങൾക്കിങ്ങനെ അധികൃതരുടെ മുന്നിൽ യാചിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ID കാർഡൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-11 വാർഡുകളിലെ മുഴുവൻ ആൾക്കാരും ഡയറക്റ്റായിട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കാണ് ശരിക്കും ഇത് കൊടുക്കേണ്ടത്. ഇത് അതിനകത്ത് വെറും നമ്മളെ ചീഫ് സെക്രട്ടറി വന്നിട്ട് 1023 ആൾക്കാർക്ക് ഇവിടെ വീട് വെച്ച് തരുന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഇവിടെ നേരിട്ട് വന്ന് കണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിൽ നിന്നൊക്കെ വെട്ടിച്ചുരുക്കിയിട്ടാണ് ഇപ്പോൾ 400 ചില്ലാനം വീടായത്. ആ ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ കാർഡ് കൊടുക്കുന്നത്. അതിനകത്ത് തന്നെ ഇപ്പോഴും ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഇനിയും ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ബാക്കി നിൽക്കുകയാണ്. അവർക്ക് ഇതുവരെ ഈ ഒരു കാർഡ് കിട്ടില്ല. ഈ കാർഡ് കിട്ടിയെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു 10-80 കുടുംബത്തോളം ഇനിയും ബാക്കി നിൽക്കുകയാണ്. അവർക്ക് ഇതുവരെ ആ ഒരു കാർഡിനെ കുറിച്ചിട്ടോ കാര്യങ്ങളോ കുറിച്ചിട്ടോ ഒന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് എവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആനുകൂല്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മെഡിക്കൽ പരമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഇങ്ങനെ എന്താ പറയുക, ഈ ദുരിതബാധിതരെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇപ്പോൾ അവർക്കൊരു കളിയാക്കുന്ന മട്ടിലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ഈ ദുരിതബാധിതർ എന്ന രീതിയിലാണ്. അപ്പോൾ അവർ കൃത്യമായിട്ടൊരു ID കാർഡ് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ഈ 10-11 വാർഡിലുള്ള എല്ലാവർക്കും അത് ചെയ്തു കൊടുക്കണമല്ലോ. ഈ കാണുന്ന ഈ റാട്ടപ്പാടി എന്ന് പറയുന്ന ഈ പുഴയും ആ പാണിയും തമ്മിൽ വെറും 10 മീറ്റർ തികച്ചില്ല. അത് വഴിമാറിപ്പോയത് എന്തോ ഒരു ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ചിലപ്പം അത് ആ വെള്ളം അന്ന് വഴിമാറിപ്പോയത്. ഇപ്പോഴും വീടിൻ്റെ സൈഡിൽ കുറ്റിയടിച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മീറ്റർ പോലും ഇല്ല. അങ്ങനെയാണ് മത്തായി സാറിൻ്റെ കല്ല് കൊണ്ടെന്ന് വെച്ചേക്കുന്നത്. എന്നിട്ട് അവിടെ അതിൻ്റെ ഇങ്ങോട്ടുള്ളത് അവർക്ക് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. നമ്മളും ഇതേപോലെ തന്നെ പിഞ്ചു മക്കളും എല്ലാവരും ഉള്ളതല്ലേ. നമ്മൾ ഇവിടെ ഈ ആനക്കാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ താമസിപ്പിക്കുന്നു പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമുക്കതേപോലെ തന്നെ 30-ാം തീയതി ആയപ്പോൾ ഇന്ന് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ദൈവത്തിനറിയാം. അതിന് തന്നെ 37 വീടുകളാണ് അവർ പറയുന്നത് അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ള. ലിസ്റ്റായിട്ടല്ല വരുന്നത്, കൂട്ടിച്ചേർക്കൽ 37 വീട് അങ്ങാണ്ടാണ് അവർ പറയുന്നത്. അതിനകത്ത് ഈ എസ്റ്റേറ്റിലുള്ള പാടിക്കാരും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള ഒരാളും പെട്ടിട്ടില്ല. ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന 2-3 കുടുംബങ്ങളേ ഉള്ളൂ. ആ കുടുംബങ്ങൾ ഒറ്റയ്ക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റുമോ എന്നാണ് നമുക്ക് ഗവൺമെൻറ്റിനോട് ചോദിക്കാനുള്ളത്. അങ്ങനെ അവർ താമസിക്കുകയാണെങ്കിൽ ആദ്യം അവർ വന്നിട്ട് ഒരു 2 മാസം അവർ നിന്ന് താമസിച്ച് കാണിച്ചു തരുവാണെങ്കിൽ നമ്മൾ താമസിക്കാം. അതിന് തയ്യാറാണ് ഞങ്ങൾ. ഇതേപോലെ തന്നെ നമുക്ക് ഇവർ പറഞ്ഞു, മത്തായി സാറ് പറഞ്ഞു, അതേപോലെ തന്നെ ഗവൺമെൻറ്റും പറഞ്ഞു ഇനി ഇതേപോലെ ഒരു ഉരുൾപൊട്ടലോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടാവില്ല എന്ന്. അത് കൃത്യമായിട്ട് ഇവിടെ നിന്നിട്ട് മനസ്സിലാക്കാതെ പോയിട്ട് സംസാരിക്കുന്നതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 10-38 വർഷമായിട്ട് ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ മഴ പെയ്താൽ എന്താ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ പ്രാവശ്യം മഴ പെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ
ഇത് മുറിച്ചു പോയിരുന്നു, ഈ റോഡ് മുറിച്ചു പോയിരുന്നു. അന്ന് ഇവിടുത്തെ തൊഴിലാളികളൊക്കെ അലമുറ ഇട്ടിട്ട് ഇവിടുന്ന് വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അന്നും ഈ കണ്ട ഗവൺമെൻറ് ആരും ഉണ്ടായില്ല. അന്നും ഇവിടുത്തെ നാട്ടുകാരെ ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് ജീപ്പ് ഡ്രൈവർമാരാണ് ഇവിടെ അത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും ഇവർ എന്താ പറയുക, നമ്മളെ പരിഹസിക്കുക ചെയ്തത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ നിലവിളി കൂട്ടുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലയെന്ന്. നിങ്ങൾ ഒന്ന് ഇത് തന്നെയല്ലേ 29 സംഭവിച്ചത്. കഴിഞ്ഞ 29 ഇത് സംഭവിച്ചു, 29 സംഭവിച്ചു, 29 സംഭവിച്ചതിന് ശേഷം 30 പുലർച്ചെ വീണ്ടും ഇതുണ്ടാകുന്നു. അന്ന് തന്നെ കൃത്യമായൊരു മുൻകരുതൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അന്നും ഇവർ പറയുന്നത്, അന്ന് തന്നെ ഇവർ ഈ എന്താ പറയുക കാൽക്കുലേറ്റ് റിപ്പോർട്ടൊക്കെ അവർ പറയുന്നുണ്ട്. ഇവിടെ ഉരുൾപൊട്ടൽ മേഖലയായിട്ട് അവർ അന്ന് ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഓരോ ഏരിയകളിലും. അന്ന് ഇവർ ഗവൺമെൻറ് അത് മൂടി വെച്ചിട്ടാണ് ഇത്രയും ആൾക്കാരെ ഇവർ കൊലയ്ക്ക് കൊടുത്തു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അന്നും ഇവർ കറക്റ്റായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ തന്നെ മാറ്റി പാർപ്പിക്കലോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ളൊരു സൗകര്യം നമുക്ക് ഒരുക്കി തരുമായിരുന്നെങ്കിൽ ഇത്രയും പേര് നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. തീർച്ചയായും ഈ രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ എത്തിയത് മുതൽ പ്രദേശവാസികളുടെ സങ്കടങ്ങൾ, അവരുടെ പരിഭവങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. അവരുടെ ഉറ്റവരും ഉടയവരുമൊക്കെയാണ് നഷ്ടമായിരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമൊക്കെയായി കഴിഞ്ഞിരുന്നവരാണ്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഈ ഭൂമി അവർക്ക് വളരെ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് അർഹമായ പുനരധിവാസം നടപ്പാക്കുക എന്നതാണ്. അവർക്ക് തൊഴിൽ വേണം, അവർക്ക് തുടർന്ന് ജീവിക്കണം. ആരുടെയും സഹായമില്ലാതെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെ കടമ തന്നെയാണ്. അത് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പെങ്കിലും പാലിക്കണം എന്നാണ് അവർ നിലവിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഉറപ്പുകൾ പാലിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് പ്രദേശവാസികൾക്ക് ഈ രീതിയിൽ പറയേണ്ടി വരുന്നത്. പലരും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്, ബന്ധുക്കളുടെ വീടുകളിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം. ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ 10ഉം 12ഉം കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും നമ്മളോട് പറഞ്ഞിരുന്നു. പലരും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇവിടേക്ക് എത്തുമ്പോൾ തങ്ങൾ ജനിച്ചു വളർന്ന ഒരു നാട് ഈ രീതിയിലായിരുന്നില്ല ആ നാട് അപ്പോൾ ഉണ്ടായിരുന്നത്. സമയത്തും അഭയാർത്ഥികളായി കഴിയേണ്ടി വന്നവർ സ്വാഭാവികമല്ലേ, വൈകാരികമായല്ലേ അവർക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഉരുൾപൊട്ടലിന് ശേഷം മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന വാഗ്ദാനങ്ങൾ അതെങ്ങോട്ട് പോയി? ഒഴുകി എങ്ങോട്ടോ പോയി. അതൊക്കെ നടപ്പിലാകുമോ എന്തോ. എന്തായാലും കാത്തിരുന്ന് കാണുക എന്നല്ലാതെ നമുക്ക് വേറൊരു നിർവാഹമില്ല. അവർ പറയുന്നത് വിശ്വസിച്ച് ഇത്രയധികം കാലം നമ്മൾ കാത്തിരുന്നു. ഇനിയും നമ്മൾ കാത്തിരിപ്പ് തുടരുകയാണ്. പുനരധിവാസമൊക്കെ ഉടനെ നടപ്പിലാക്കും, ടൗൺഷിപ്പ് ഒക്കെ വരും. ആ വാക്കുകൾ ഇനിയെങ്കിലും അല്ലെങ്കിൽ ഇനിയും അത് നടപ്പിലാകും എന്ന് നമ്മൾ കാത്തിരിക്കുകയാണോ അതോ നടപ്പിലാകുമോ എന്തോ.